ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ സാലഡിന്റെ റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിലൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ സാലഡ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാലഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് 1 കപ്പ് സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം ആണ്. അതായത് 1 കപ്പ് ചെറുപയർ മുളപ്പിച്ചതാണ്. ഇനി ഈ ചെറുപയർ മുളപ്പിച്ചതിലേക്ക് നമുക്ക് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 3 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ബേസിക്കലി ഈ ചെറുപയർ നമ്മളൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുവാണ്. ഈ സ്പ്രൗട്ട്സ് നമ്മളൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതിലെ സമയം ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ഒരു 2 മിനിറ്റ്സ് മാത്രമേ ഇങ്ങനെ ഈ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ സ്പ്രൗട്ട്സ് ഇട്ട് വെക്കാൻ പാടുള്ളൂ. അത് ഒത്തിരി സമയം കൂടിയാൽ അത് ഓവർ കുക്കായി പോവുകയും അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ബ്ലാൻഡ് ചെയ്തെടുത്ത ചെറുപയർ നമുക്ക് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിലെ ഒരു വെള്ളത്തിന്റെ അംശം കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സ്പ്രൗട്ട്സ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഡ്രെയിനായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ സാലഡിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് എല്ലാം ഓരോന്നായിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് കുക്കുംബർ, ടൊമാറ്റോ, ക്യാരറ്റ്, കോൺ, ക്യാപ്സിക്കം, റെഡ് ഒനിയൻ, അതുപോലെ ഒരല്പം സ്പ്രിംഗ് ഒനിയനുമാണ്. ഇനി നമ്മുടെ സാലഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സിംഗ് ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, പെപ്പർ പൗഡർ, ചാറ്റ് മസാല, കാശ്മീരി ചില്ലി പൗഡർ, ക്യുമിൻ പൗഡർ, സോൾട്ട് ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാലഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സിങ് ഇവിടെ റെഡിയാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് സാലഡ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ സാലഡിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് അല്ലാതെ നിങ്ങളുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസും നമുക്ക് ഈ സാലഡിലേക്ക് യൂസ് ചെയ്യാൻ എടുക്കാവുന്നതാണ്. അതുപോലെ ഫ്രൂട്ട്സും എടുക്കാവുന്നതാണ്. അതായത് ആപ്പിൾ, പോമഗ്രാനൈറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ നമുക്ക് ഈ സാലഡിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡയറ്റ് നോക്കുന്നവർക്കും പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്കും പോസ്റ്റ് ഡെലിവറി ഫേസിലിരിക്കുന്നവർക്കും ഒക്കെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാലഡ് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം താഴെ കമന്റിൽ എഴുതി എന്നെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഇനുസ് മെനു.